ഇതാ വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം. അതായത് മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി പറയുന്നു. ടീം UDFന്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ഒരു ദൈവ നിയോഗം എന്ന നിലയിലേക്കാണ് താൻ കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് എന്ന തരത്തിൽ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതികളെ മാറ്റി എഴുതും എന്നുകൂടിയാണ് ഇപ്പോൾ പറയുന്നത്, വി ഡി സതീശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയിലും ഒരുക്കങ്ങളിലും നിർദ്ദേശങ്ങളിലും ആണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം അതുകൂടിയാണ് ഇത്രയും മികച്ച ഒരു വിജയത്തിന് കാരണമായിട്ടുള്ളത് എന്നതുകൂടിയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വിവാദപരമായ ചോദ്യങ്ങളിലേക്ക് അധികം മാധ്യമപ്രവർത്തകരും കടന്നിട്ടില്ല എന്ന് വേണം. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഇപ്പോൾ തന്നെ മന്ത്രിസഭയിലേക്കില്ല എന്ന സൂചനകൾ ആണ് പുറത്തു വരുന്നത്. എന്തു തന്നെയാണെങ്കിലും അത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ വി ഡി സതീശന് ആ വിഷയങ്ങളിലടക്കം പ്രതികരിക്കേണ്ടതായി വരും. ഇപ്പോൾ വിജയത്തിൻ്റെ വലിയ ആഘോഷത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് വി ഡി സതീശൻ എത്തുന്നു. ഒപ്പം AICCയുടെ നേതൃത്വത്തിന് പിന്തുണ നൽകിയ രാഹുൽ ഗാന്ധിക്ക്, മല്ലികാർജുൻ ഖാർഗെക്ക്, ദീപാദാസ് മുൻഷിക്ക് അടക്കം നന്ദി പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ നിയോഗത്തെ ദൈവനിയോഗം എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇതാ വി ഡി സതീശന്റെ ഒരു വരവ്, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും ഒപ്പം വ്യക്തി ജീവിതത്തിലേക്കും എങ്ങനെ എന്നതാണ് നമ്മൾ കാണുന്നത്. 1964 ആയിരുന്നു വി ഡി സതീശന്റെ ജനനം എന്നതാണ്. ഇപ്പോൾ 61 വയസ്സുള്ള വി ഡി സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ വി ഡി സതീശൻ പിന്നീട് ഇങ്ങോട്ടേക്ക് സജീവ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോടൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നേറുന്നു. NSUവിന്റെ ദേശീയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ നാഷണൽ സ്റ്റുഡൻസ് യൂണിയന്റെ ദേശീയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനമടക്കം വഹിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന വി ഡി സതീശൻ പിന്നീട് കോൺഗ്രസിൽ സജീവമാകുന്നു. 1996 ആയിരുന്നു വി ഡി സതീശന്റെ കന്നിയംഗം. പറവൂർ മണ്ഡലത്തിൽ ആയിരുന്നു. പക്ഷേ അവിടെ CPIയുടെ സ്ഥാനാർത്ഥി രാജുവിനോട് പരാജയപ്പെട്ടു എന്നതാണ്. പക്ഷേ ആ 5 വർഷങ്ങൾ അത് വീണ്ടും മണ്ഡലത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും അങ്ങനെ 2001 തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് നടത്തുകയും